ഗുരുവായൂർ ഏകാദശിയിലെ ഉദയാസ്തമന പൂജ മാറ്റിയതിനെതിരെ തന്ത്രി കുടുംബം സുപ്രീം കോടതിയിൽ. പൂജ മാറ്റണമെങ്കിൽ അഷ്ടമംഗല്യ ദേവ പ്രശ്നം വെക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ ഹർജി ഫയൽ ചെയ്തു. ഏകാദശി നാളിലെ ഉദയാസ്തമയ പൂജ തുലാമാസത്തിലെ ഏകാദശി നാളിൽ നടത്താൻ ഗുരുവായൂർ ദേവസ്വം തീരുമാനിച്ചിരുന്നു. നാളെയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ വൃശ്ചികമാസ ഏകാദശി. വൃശ്ചികമാസ ഏകാദശിയിലെ ഉദയാസ്തമന പൂജ ആചാരത്തിന്റെ ഭാഗമെന്നാണ് പുഴക്കര ചേന്നാസില്ലത്തെ അംഗങ്ങൾ സുപ്രീം കോടതിയിൽ നൽകിയ ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നത്. ആചാരങ്ങൾ മാറ്റുന്നത് ദേവഹിതത്തിന് എതിരാകുമെന്നും ഉദയാസ്തമന പൂജ മാറ്റുന്നത് ക്ഷേത്രത്തിന്റെ ചൈതന്യത്തെ ബാധിക്കുമെന്നുമാണ് ഹർജിയിൽ വ്യക്തമാക്കുന്നത്. പൂജ മാറ്റണമെങ്കിൽ അഷ്ടമംഗല്യ ദേവ പ്രശ്നം വെക്കണമെന്നും ഹർജിക്കാർ ആവശ്യപ്പെടുന്നു. ഏകാദശി വ്രതം നോറ്റ് 10,000-കണക്കിന് പേരാണ് ഗുരുവായൂരിൽ ദർശനത്തിനെത്തുന്നത്. ഉദയാസ്തമന പൂജ നടന്നാൽ അന്ന് പലതവണ നടയടക്കേണ്ടി വരും. അത് ഭക്തർക്ക് അസൗകര്യമുണ്ടാക്കുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് വൃശ്ചികമാസത്തിലെ ഏകാദശി നാളിലെ ഉദയാസ്തമന പൂജ തുലാമാസത്തിലെ ഏകാദശി നാളിൽ നടത്താൻ ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി തീരുമാനിച്ചത്. പൂജ ആചാരമല്ല, വഴിപാട് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ആചാരലംഘനം നടക്കുന്നില്ലെന്ന ഭരണസമിതിയുടെ നിലപാട് കേരള ഹൈക്കോടതി ശരിവെച്ചിരുന്നു. ഇതിനെതിരെയാണ് അഭിഭാഷകൻ എ കാർത്തിക് മുഖേനെ സുപ്രീം കോടതിയിൽ തന്ത്രി കുടുംബം ഹർജി ഫയൽ ചെയ്തത്. ഹർജി നാളെ സുപ്രീം കോടതി പരിഗണിക്കും. ജനം, ഡൽഹി.